നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോട് ചോദിക്കുക റീത്ത് വാങ്ങിക്കണ്ടേന്ന്. അയ്യോ, സത്യമായിട്ട് എനിക്കൊരു മനസ്സറിവില്ല. പിന്നെ റീത്ത്, അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ചെറുതും വലിയ തമാശക്കാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ വലിയ തമാശയൊന്നും ഈ വീട്ടിൽ ഇറക്കാതിരിക്കുന്ന നല്ലത്. അപ്പൊ ഇവര് ശരത്തേണ്ണ കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ച് അച്ഛനൊന്നും പറയാനില്ലേ? ചത്തില്ലല്ലോ. ചത്തിരുന്നെങ്കിൽ ആ ശരത്തുവൻ ഇപ്പൊ പറഞ്ഞ പോലെ റീത്ത് വാങ്ങിച്ചു വെച്ചേൻ. അച്ഛാ, ഇപ്പൊ നിനക്ക് പൊള്ളിയല്ലേ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ശേലാന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയല്ല മനോഹരേട്ടാ ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ടത്. ദേവികയുടെ ഭാഗത്തും തെറ്റില്ലേ? അങ്ങനെ വാതറ അങ്ങോട്ട് ചോദിക്കാമേ. നീയേ അമ്മ എരിവ് കയറ്റുമൊന്നും വേണ്ട. മിച്ചം വന്ന ശ്വാസം കൊണ്ട് നീ നിന്റെ ശരത്തേട്ടം വിളിച്ചോണ്ട് പോവാൻ നോക്കും. ഓടി, ഇവനെ വിളിച്ചോണ്ട് പോ. വാ ശരത്തേട്ടാ. ദേവികമോളും പൊക്കോ. സത്യത്തിൽ ദേവികയായി ഇപ്പൊ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആഹാ, ആണോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഇന്നലെ രാത്രി ഞാൻ ദേവികയെ താക്കീത് ചെയ്തതാ. എടി നന്ദി കെട്ട ഭാര്യയെ പാർവതി, ആ പെങ്കൊച്ചു ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാനും നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നേ. ഇല്ലെങ്കിലേ ആ കാക്കോട എന്നേ നമ്മളെ വിഷം തന്നു ഒന്നേനെ. മനോഹരേട്ടൻ കണ്ണും പൂട്ടി ദേവികയെ ന്യായീകരിക്കാൻ നിൽക്കാതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ കാഴ്ചയൊന്നും മെച്ചപ്പെടുത്താൻ നീയായിട്ട് ശ്രമിക്കണ്ട. സ്വന്തം മകളുടെ കാര്യത്തിൽ നീ കുറച്ച് സ്വാർത്ഥയാകുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ആരുമില്ലാത്തൊരു പാവം പെങ്കൊച്ചിനെതിരെയുള്ള ശത്രുനിരയിൽ സഖ്യേഷിയാകാനുള്ള എന്തെങ്കിലും തോന്നൽ നിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മനോഹരേട്ടനെ ആദ്യം മനോഹരമായിട്ടൊരു കാര്യം പറയാം. നിന്റെ ശത്രുപക്ഷത്തായിരിക്കും ഞാൻ.